സംസ്ഥാനത്ത് പനി ബാധിച്ച് വീണ്ടും മരണം. കോഴിക്കോട് മാവൂർ സ്വദേശി സുനിതയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇന്നലെ പകർച്ചപ്പനി ബാധിച്ച് 13,539 പേരാണ് ചികിത്സ തേടിയത്. അതേസമയം സൗത്ത് സുഡാനിൽ നിന്ന് കേരളത്തിലെത്തിയ സ്ത്രീയുടെ എബോള പരിശോധനാ ഫലം നെഗറ്റീവാണ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് ആരോഗ്യവകുപ്പ് മാത്രമല്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മറ്റു വകുപ്പുകളുടെ സഹകരണം അനിവാര്യമാണ്. എന്നാൽ വിഷയത്തിൽ ഉത്തരം പറയേണ്ടി വരുന്നത് ആരോഗ്യവകുപ്പാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാത്രി 10:30 പൂന വൈറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അതിൻ്റെ റിസൾട്ട് വന്നു, നെഗറ്റീവാണ്. രോഗിയെ ഹോം ക്വാറന്റൈനിലേക്ക് അയച്ചു. ഒഴിഞ്ഞു. ഹൈ പവർ കമ്മിറ്റിയുടെ ശുപാർശകൾ അതെങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ട്. കാരണം ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരു അഭാവമാണ് ഇങ്ങനെ പെട്ടെന്ന് ഇത് ഇങ്ങനെ വ്യാപിക്കാനുള്ള കാരണം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, സംസ്ഥാനത്ത് പനി പടരുകയാണ്. അതിനിടെ എബോള പരിശോധനാ ഫലം നെഗറ്റീവായത് ആശ്വാസമായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞത്? ദിലീപ് കുമാർ, സംസ്ഥാനത്തെ പകർച്ചപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ അത് നിയന്ത്രണത്തിനതീതമായി തുടരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. കഴിഞ്ഞ ദിവസത്തെ പനി ബാധിതരുടെ എണ്ണം, പനി ബാധിച്ച് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടി എത്തിയത് 13,539 പേരാണ്. കൂടുതൽ പനി വ്യാപനം മലപ്പുറം ജില്ലയിലാണ്. 2,734 പേരാണ് മലപ്പുറത്ത് ഇന്നലെ പനി ബാധിച്ച് ചികിത്സ തേടിയെത്തിയത്. ഇന്നലെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 98 പേർക്കാണ്. 303 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. 21 പേർക്ക് എലിപ്പനി, 4 പേർക്ക് മലേറിയ, 10 പേർക്ക് ഷിഗല്ലയും ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 39 പേർക്ക് മഞ്ഞപ്പിത്തം, 109 പേർക്ക് ചിക്കൻ പോക്സ്, 3 പേർക്ക് ചിക്കൻ ഗുനിയ, ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരവും, ഒരാൾക്ക് പേവിഷബാധയും, ഒരാൾക്ക് ചെള്ളുപനിയും ഇന്നലെ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 3 മരണങ്ങൾ എലിപ്പനി, പേവിഷബാധ, ചെള്ളുപനി മൂലമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിച്ചത്. ഈ ഹൈപ്പവർ കമ്മിറ്റിയുടെ ആദ്യ സംസ്ഥാനതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉദ്യോഗസ്ഥർക്കൊപ്പം ഡോക്ടർമാർ, ഒപ്പം ആരോഗ്യരംഗത്തെ വിദഗ്ധർ, ജനപ്രതിനിധികളടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ കെ മുരളീധരൻ, ആരോഗ്യമന്ത്രി കെ മുരളീധരനാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറയുന്നത് ഈ പകർച്ചവ്യാധി നിയന്ത്രണം എന്നത് ആരോഗ്യവകുപ്പിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, മറ്റു വകുപ്പുകളുടെ കൂടി ഏകോപനം ഇതിന് അനിവാര്യമാണ്. പക്ഷെ ഉത്തരം പറയേണ്ടി വരുന്നത് ആരോഗ്യവകുപ്പ് മാത്രമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഒരു എബോള കേസ് ഉണ്ടായിരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. സൗത്ത് സുഡാനിൽ നിന്ന് വന്ന സ്ത്രീ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്നത്. അവരുടെ പരിശോധനാ ഫലം ഇന്നലെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് നെഗറ്റീവാണ്. എബോളയുമായി ബന്ധപ്പെട്ട് 2 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിൽ ഈ സ്ത്രീയെ ഇപ്പോൾ ഹോം ക്വാറന്റൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാധാരണഗതിയിൽ 21 ദിവസമാണ് ഹോം ക്വാറന്റൈൻ. പക്ഷേ എത്ര ദിവസം ഹോം ക്വാറന്റൈനിൽ അവർ തുടരണം എന്നുള്ള കാര്യം മെഡിക്കൽ ബോർഡ് തീരുമാനിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഷിഗല്ല നിലവിൽ നിയന്ത്രണ വിധേയമാണെന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് ചേർന്ന ഈ ഹൈപ്പവർ കമ്മിറ്റിയിൽ ഉടലെടുത്ത് വരുന്ന ശുപാർശകൾ ഇന്ന് മന്ത്രിക്ക് നൽകും. ആ ശുപാർശകൾ പരിശോധിച്ചതിന് ശേഷം യുദ്ധകാല അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.